ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 5ഓളം പേരുണ്ടായിരുന്നു അവര്. മരിച്ചുപോയ എന്റെ ഭർത്താവ് എടുത്ത കടമാണെങ്കിലും പലിശയും പലിശയുടെ പലിശയായിട്ട് മുതലിനേക്കാൾ വലിയൊരു തുക കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞപ്പോഴാ. ഇത് കണ്ടോ അവര് ചെയ്തത്? സാരമില്ല, പോട്ടെ, ഞങ്ങളുണ്ടാവും കൂടെ. ഇനി ഒരാളും ഉപദ്രവിക്കില്ല. ഷൈന, ഇവരുടെ ഒരു പരാതി എഴുതി വാങ്ങിക്കും. നമുക്കത് വനിതാ കമ്മീഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം. വനിതാ കമ്മീഷൻ? ഇതിനൊക്കെ പരിഹാരം വനിതാ കമ്മീഷനും പോലീസ് സ്റ്റേഷനൊന്നും അല്ല. കൊല്ലണം. ഇവരെ ഉപദ്രവിച്ച 5 എണ്ണത്തിനെയും വെട്ടി കൊല്ലണം. ഞാൻ ചെയ്യാം, ഒറ്റയ്ക്ക്. ഗണേശ, നീ അകത്ത് പോ. അല്ല, ഇവരെയൊക്കെ ഇങ്ങനെ വെറുതെ. നിന്നോട് അകത്ത് പോക. എന്ത് വേണം? സോറി, സൂസനോട് ഇവിടെ വന്ന് സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടു. ആര്? DGPയോ? DGP ഒന്നുമല്ല. DGP ആവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കില്ല. ഇത് വൈഗ, എന്റെ ഭാര്യ. അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും. വി ആർ ഡീപ്ലി ഇൻ ലവ്. യു ഗെറ്റ് മീ? ഞാൻ വൈഗ ഒന്ന് വിളിക്കാം. വൈഗ, ഡൺ. സൂസനോട് സോറി പറഞ്ഞില്ലേ? അതെ, അവിടെ നിൽക്കുക. ഓക്കെ, പിന്നെ വിളിക്കാം. വൈഗ, മോശമാണ്. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല. സോ സോറി. എടുക്കാം. ഹേയ്, വേണ്ട. പറഞ്ഞു ചെയ്യേണ്ടവളല്ല, അറിഞ്ഞു ചെയ്യേണ്ടവളാണ് സ്ത്രീ. പോട്ടെ. നീ പറയുന്ന പോലെ ഒന്നുമല്ലല്ലോ ആള്. ഇതൊക്കെ തട്ടിപ്പമ്മ. ആളുകളെ കയ്യിലെടുക്കാനുള്ള സൂത്രം. ഏതായാലും നീ അയാളുമായിട്ട് വഴക്കിനൊന്നും പോണ്ട. ആര് പോണു? പക്ഷെ ഇങ്ങോട്ട് വന്നാ ഞാൻ വിട്ടുകൊടുക്കില്ല. ഹലോ, ആണോ? ശരി, താങ്ക്സ്. പൊളിറ്റിക്കൽ ലീഡർ സുലൈമാൻ സാഹിബ്, ഹീസ് കോർണർഡ്. നമ്മൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇന്നത്തെ മന്ത്രിസഭാ യോഗം. അന്വേഷണം വിജിലൻസിന് തന്നെ. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അപ്പൻ. മോർണിംഗ്. നല്ല ഐശ്വര്യമുണ്ട് തനിക്ക്. നമ്പ്യാരുടെ കേസ് അന്വേഷിച്ചു തുടങ്ങിയില്ല. അതിനു മുമ്പ് അടുത്തത് സുലൈമാൻ സാഹിബ്. ഇന്ന് വൈകിട്ട് മറ്റ് പ്രോഗ്രാംസ് ഒന്നും ചാർട്ട് ചെയ്തേക്കരുത്. വി ഹാവ് എ മീറ്റിംഗ് വിത്ത് ദി നടക്കില്ല. ഞാനിന്ന് വൈകിട്ട് ഭാര്യയുടെ കൂടെ പള്ളി പോകാൻ നേരിട്ടിരിക്കുക. അതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെച്ചേ പറ്റൂ. പള്ളിയും പള്ളിക്കൂടം ഒക്കെ പിന്നെ ഡ്യൂട്ടി ഫസ്റ്റ്. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. അതാണ് പണ്ട് തൊട്ട് മേക്കാടന്റെ ലൈൻ. എന്റെ ലൈൻ അങ്ങനെയല്ല. ദൈവത്തിനുള്ളതും കൂടി സീസർക്ക്. Time is God and work is worship. കാലമാണ് ദൈവം, അധ്വാനം ആരാധന. So be there on time. Okay? Be there on time. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയ സുലൈമാൻ സാഹിബ്, രണ്ടുപേരുടെയും മരണങ്ങൾക്ക് പിന്നിൽ ഞാൻ കാണുന്നുണ്ട് ചില ബാക്ക്ഡ്രോപ്പ് കണക്ഷൻസ്, യാദൃശ്ചികത. അഴിമതിക്കേസിൽ ആരോപണ വിധേയരായി അന്വേഷണത്തെ നേരിടാൻ തുനിയവയാണ് രണ്ടുപേരും കാലം ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം ഒരാളുടേതാണ്. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ, ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ. അപ്പൻ വെറുതെ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഒരാളുടെ മസ്തിഷ്കം ഉണ്ടാവാം, ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ ഒരു സംഘടനയൊന്നും ഈ കൊലപാതകങ്ങളുടെ പിന്നിലില്ല. മേക്കാടാ, കുറച്ചു നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ നിന്ന് ഒരു സംഘം ആദിവാസി യുവാക്കൾ ആന്ധ്രയിലെ നക്സലൈറ്റ് സംഘടനയായ പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ പരിശീലനം നേടാൻ പോയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സ്വകാര്യ TV ചാനൽ. ശ്രദ്ധിച്ചു കാണും. 70കളിൽ പൊലിഞ്ഞുപോയ തീവ്രാഭിലാഷങ്ങളുടെ സ്വപ്നങ്ങൾ വീണ്ടും തളർക്കുന്നുണ്ട് സർ. ബീഹാർ മുതൽ ഇങ്ങ് ആന്ധ്രാപ്രദേശ് വരെയുള്ള സ്റ്റേറ്റുകളിൽ മരണത്തിന്റെ മണമുള്ള ആ കാറ്റ് വയനാടൻ മലനിരകൾ കടന്ന് നമ്മുടെ നാട്ടിലെത്താൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് മിസ്റ്റർ അപ്പൻ പറയുന്നത്? സർ, ദാമോദരൻ കർത്ത, ഇന്നലെ മരിച്ച സുലൈമാൻ സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചങ്ങാതി, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രതിപട്ടികയിൽ
രണ്ടാം പേരുകാരൻ കർത്തയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇയാളെയാണ്. പക്ഷെ കർത്ത അറിയരുത് നമ്മുടെ നീക്കങ്ങൾ. ഷാഡോസ്, നിഴലുകളാവണം നമ്മൾ കർത്തയ്ക്ക് പിന്നിൽ. ആ ആ വട്ടമേനോന് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ കർത്തയുടെ പുറകെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ നടക്കാന്ന് വെച്ചാൽ അത് വേണ്ടി വരും തോന്നുന്നില്ല സാർ. കേട്ടിട്ടില്ല ചിലരെ കുറിച്ച് ഇല്യൂഷൻ പോലെ എന്തെങ്കിലും പറയും, അതുപോലെ തന്നെ സംഭവിക്കും. അപ്പൻ സാർ അത്തരത്തിലുള്ള ആളാണെന്ന് എന്റെ വിശ്വാസം. കൊലയാളികൾ വരും, ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ. അപ്പന് മാത്രമല്ല, അപ്പൊ തനിക്കും തലയ്ക്ക് നല്ല സുഖമില്ല അല്ലേ? അന്ന് അയാളുടെ പുറകെ വിട്ടു. ഓർത്തിക്കേണ്ട വേണം, ഫോളോ ചെയ്താൽ മതി. പോയി വെറുതെ BP കൂട്ടിയത് മിച്ചം. ഹലോ, ആ പറഞ്ഞ തുക മുഴുവനും വേണമെന്ന് അവരോട് പറയേ. I'll call Appan. അവിടെ നിൽക്കാൻ. സാർ, Yeah. മേക്കാടൻ, Yes. അടുത്ത ഊഴം കർത്തയുടെ. ഇത് അവൻ തന്നെ ആയിരിക്കും ചെയ്തത്, ആ കാവ്യ വേഷക്കാരൻ. മേക്കാടൻ, എനിക്ക് അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും വേണം. ഡീറ്റെയിൽസ് കിട്ടാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ദിശ എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ക്രൈമുകളുടെയും ക്രിമിനൽസിന്റെയും ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ട്. നമുക്ക് അവിടെ അന്വേഷിക്കാം.